നമസ്കാരം. നിലവിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയുടെ വിദേശ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ. പ്രത്യേകിച്ച് ഇന്ത്യയെയും ചൈനയും ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ സമീപനങ്ങളെ അദ്ദേഹം കോളനിവൽക്കരണ കാലഘട്ടത്തിലെ ചിന്തകളെന്ന് വിശേഷിപ്പിച്ചത്. ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് പുടിൻ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത്. ഇന്ത്യയെയും ചൈനയെയും പോലുള്ള വൻ ശക്തികളെ സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ ഭീഷണിപ്പെടുത്താമെന്ന അമേരിക്കയുടെ ചിന്താഗതി തെറ്റാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു കൂട്ടാളി എന്ന നിലയിൽ ഇന്ത്യയുമായും ചൈനയുമായും റഷ്യക്ക് ശക്തമായ ബന്ധമാണുള്ളതെന്നും ഈ രാജ്യങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും പുടിൻ അടിവരയിട്ട് പറയുന്നുണ്ട്. പുടിൻ ഈ പ്രസ്താവനയിലൂടെ ഊന്നി പറഞ്ഞ പ്രധാന കാര്യം കോളനിവൽക്കരണത്തിന്റെ കാലം അവസാനിച്ചു എന്നതാണ്. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇന്ത്യയെയും ചൈനയും പോലുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളെ വരുതിയിലാക്കാമെന്ന് കരുതുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ഈ രാജ്യങ്ങൾക്ക് അവരുടെ സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ ശക്തിയുണ്ടെന്നും ഭീഷണികൾക്ക് വഴങ്ങാതെ മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടെന്നും പുടിൻ സൂചിപ്പിക്കുന്നുണ്ട്. ചൈനയുമായി അടുത്ത് സഹകരിക്കുന്നതിനൊപ്പം റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനെ അമേരിക്കൻ ഭരണകൂടം വളരെ സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നയം അതിന്റെ തന്ത്രപരമായ സ്വയം ഭരണാധികാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് അമേരിക്കയുടെയോ മറ്റു രാജ്യങ്ങളുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയുടെ കഴിവിനെയാണ് എടുത്തു കാണിക്കുന്നത്. യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള തീരുമാനവും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ളതാണ്. ഈ വിഷയത്തിൽ റഷ്യയുടെയും ഇന്ത്യയുടെയും നിലപാടുകൾ അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ചൈനയും റഷ്യയും ഒരുമിച്ച് നിന്നുകൊണ്ട് അമേരിക്കൻ നയതന്ത്രങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തി സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ പലപ്പോഴും ഇരട്ടത്താപ്പിന് ഉദാഹരണമായി മാറാറുണ്ട്. സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന അമേരിക്കൻ നയം പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന സമീപനം. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവെക്കാൻ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ എണ്ണവില കുതിച്ചുയരുമ്പോൾ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏറ്റവും ലാഭകരമായ മാർഗമാണ് റഷ്യൻ എണ്ണ. ഒരു പരമാധികാര രാജ്യമായ ഇന്ത്യക്ക് അതിന്റെ വിദേശ നയങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും സംരക്ഷിക്കാൻ എല്ലാ അവകാശവുമുണ്ട്. ഈ തത്വങ്ങൾ അമേരിക്കയെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ലാത്തത് എന്തുകൊണ്ടാണ്? യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുന്നത് തുടരുമ്പോൾ ഇന്ത്യ മാത്രം അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ആരുടെ താല്പര്യത്തിനാണ്? അന്താരാഷ്ട്ര നിയമങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക സ്വന്തം താല്പര്യങ്ങൾ അപകടത്തിലാക്കുമ്പോൾ ആ തത്വങ്ങൾ സൗകര്യപൂർവ്വം മാറ്റിവെക്കുന്നു. ഈ ഇരട്ടത്താപ്പ് ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. അമേരിക്കക്കെതിരെ സംസാരിക്കാനോ അവരുടെ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കാനോ ഒരു രാജ്യം ധൈര്യപ്പെട്ടാൽ ഉപരോധം പോലുള്ള ഭീഷണികൾ നേരിടേണ്ടി വരുന്നു. ഇത് ലോക ജനാധിപത്യത്തിന് നല്ലതല്ല. യഥാർത്ഥത്തിൽ അമേരിക്കൻ ഭരണകൂടം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ഏകധ്രുവ ലോകമല്ല ഉള്ളത്, അതൊരു മൾട്ടിപോളാർ വേൾഡ് ആണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പും അവകാശവുമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക തങ്ങളുടെ നയങ്ങൾ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ തങ്ങളുടെ വാക്കുകൾക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെടും. ഇത് അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിന് വലിയ തിരിച്ചടിയായി മാറും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.